ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചിസ് വേൾഡ്. ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ എൻ്റെ മോന് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നേരെ കിച്ചണിലോട്ട് ചെന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ബീഫ് കറിയായിരുന്നു. അതിൽ ഞാൻ തലേ ദിവസം തന്നെ അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ ഇഡ്ഡലിയുടെ മാവ് എടുത്തിട്ട് ഇഡ്ഡലി പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് സാമ്പാറും അതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് കറി ഇഡ്ഡലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ അരി ആട്ടിയപ്പോൾ ബീഫ് മേടിച്ചു വന്ന്. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇഡ്ഡലിയും അതുപോലെ ബീഫ് കറി നല്ല ഇഷ്ടമാണ്. അത് വെച്ചിട്ട് സാമ്പാറും ചട്നിയൊന്നും കൂട്ടി കഴിക്കില്ല എന്നില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എന്നാലും കൂടുതൽ ടേസ്റ്റ് ഇഡ്ഡലിയും ബീഫ് കറിയാണെന്ന് തോന്നുന്നു. നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ബീഫ് കറിയിൽ തന്നെ നമ്മൾ ബീഫ് വരട്ടും കൂടി ചെയ്യുന്നുണ്ട് ഉച്ചക്കുള്ള ചോറിലേക്ക്. അപ്പോൾ ഞാനിത് എങ്ങനെ തയ്യാറാക്കുന്നത് വെച്ചാൽ, ബീഫ് നമ്മൾ വരട്ടില്ലേ, അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ചാറ് പോലെ ആക്കിയെടുത്തിട്ട് ചാറ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് മാറ്റി വെക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കുള്ള ബീഫ് വരട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ പാർന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിലോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് അത് ആവി കയറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ചൂടായപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂ പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്ക് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലിത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ടാണ് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ചൂടാറിയ ശേഷം പെട്ടെന്ന് വിടുത്തിയെടുക്കാം. പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ നമുക്ക് വിടുത്തിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇഡ്ഡലിയൊക്കെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് കറി റെഡിയാക്കി എടുക്കാം. അതിന് നമ്മൾ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള സവാള, ഞാനിവിടെ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഈ ഉള്ളിയിലോട്ട് അല്പം ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് വാട്ടിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ചോറ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെള്ളം വാരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ വെല്ലുള്ളിയും കറിവേപ്പിലൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലോട്ട് 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കുരുമുളകും ഒക്കെ പാടെ മിക്സിയിലിട്ട് അരച്ചത് ഒരു 3.5 ടേബിൾ സ്പൂൺ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ബീഫ് വരട്ടലും അതുപോലെ കറിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരപ്പ് ഇതിലിത്തിരി അധികം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ പെരിഞ്ജീരകം, കുരുമുളകും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് 3.5 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബീഫ് ഇട്ട ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെല്ലുള്ളിയും തക്കാളിയും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞത്. കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വെന്ത് വരും അടച്ച് വെച്ച് വേവിക്കുമ്പം, അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതെന്ന് പറഞ്ഞത്.
ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വാര വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെല്ലുള്ളിയും തക്കാളിയും അതുപോലെ പൊടികളൊക്കെ നന്നായിട്ട് ബീഫിലോട്ട് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2-2.5 ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബീഫിനൊക്കെ കുറച്ച് മുകളിലായിട്ട് വെള്ളം വേണം. നമ്മൾ കറിക്കും അതുപോലെ ഉച്ചക്കുള്ള ബീഫ് വരട്ടലിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒഴിച്ച വെള്ളം അല്ലാതെ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ കറി നന്നായിട്ട് കുറുകിയിട്ട് നമുക്ക് നല്ല കട്ടിയിലുള്ള കറിയായിട്ട് തന്നെ കേട്ടോ ഈ കറി നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് വറ്റിച്ചിട്ട് നമുക്ക് ബീഫ് വരട്ടുന്ന രീതിയിലാക്കിയെടുക്കാം. അത് നമുക്കിതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമുക്കിത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3-4 വിസിൽ വന്നതിന് ശേഷം ബീഫ് നല്ലോണം കുക്കായിട്ട് കറിയൊക്കെ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ചാറ് മാറ്റി വെക്കാം. ബീഫ് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കറി തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാം. നമുക്ക് ബീഫ് വരട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള കറി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മളവിടെ കറി മാറ്റി വെച്ചിട്ടുണ്ട്, ബീഫ് കറി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് അവിടെ നമ്മൾ ബീഫ് വറ്റിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ടൈമിൽ നമ്മൾ പപ്പടം കാച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറിലേക്കുള്ള ബീഫ് വരട്ടത് അവിടെ റെഡിയാകാൻ വെച്ചിട്ടുണ്ട്. പപ്പടം അത് കാച്ചുന്നുണ്ട്. ചോറ് നമ്മളവിടെ വാര വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ നമ്മളിവിടെ പപ്പടം വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പപ്പടം കാച്ചിലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോന് ചായ കൊടുത്തുട്ടോ. എന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത്. ബീഫ് കറി ഇഡ്ഡലിയും. ഇതിപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാനൊരു ചായ കുടിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ബീഫ് നല്ലോണം പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊരു സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചിട്ട് അതിലോട്ട് കുക്കറിൽ നിന്ന് ബീഫ് നേരെ പാർന്നു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ തൂവി കൊടുത്തു. അപ്പോൾ നമ്മുടെ ബീഫ് വരട്ടിയത് ഇത് അതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും അതുപോലെ ബീഫ് വരട്ടിയതും ചോറ് വെച്ച പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പാത്രങ്ങൾ കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ.
ഇനി ഉച്ചക്കുള്ള ചോറിനുള്ള കറി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ സാമ്പാറാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ടൊരു 7-8 ചെറിയുള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ബീഫ് കറിൻ്റെ അതുപോലെ സാമ്പാറിൻ്റെ ഒക്കെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പലരും പല രീതിക്കായിക്കോട്ടെ എല്ലാ കറികളും തയ്യാറാക്കാറ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് പൊടികളായിട്ട് വേറെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പൊടികൾ തേങ്ങയുടെ എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ മെയിനായിട്ടൊരു സാധനം കൂടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വിട്ടുപോയതല്ല, എൻ്റെ സാധനം തീർന്നു പോയതാണ്. ഞാൻ മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സാമ്പാർ പൊടിയാണ്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളവിടെ തേങ്ങ അവിടെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട കഷ്ണങ്ങൾ റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, തക്കാളി, ക്യാരറ്റ്, പിന്നെ മത്തൻ, വാഴയ്ക്ക, പിന്നെ വെളുത്തുള്ളി, വെല്ലുള്ളിയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. നമുക്കിതിൽ നമുക്കിഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെജിറ്റബിൾസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് നന്നായി കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പിലോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വെജിറ്റബിൾസിൽ നിന്ന് വെണ്ടയ്ക്കും വഴുതനങ്ങയും അതുപോലെ വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകും മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കുക്കറിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മത്തൻ, വാഴയ്ക്ക, മുരിങ്ങക്കായ, കുമ്പളങ്ങ, ക്യാരറ്റ്, വെല്ലുള്ളി, ഉരുളൻകിഴങ്ങൊക്കെയാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ കുക്ക് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ ചൂടാറിയ ശേഷം മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചതാണ്. അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്ക് അപ്പുറത്ത് കുക്കായി വരുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് ഇതിലോട്ട് വെണ്ടക്ക വറുത്തെടുക്കണം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെണ്ടക്ക, വഴുതനങ്ങ, കുറച്ച് ചെറിയ ഉള്ളി പിന്നെ 2-3 വെളുത്തുള്ളിയും കൂടി ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ നമ്മുടെ വെണ്ടയ്ക്കും വഴുതനങ്ങളുടെയൊക്കെ ഒന്ന് കളർ മാറി വരും. അതുപോലെ ചെറുള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് കളർ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് ചുങ്ങി വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വറുത്ത് വെച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. കറിക്ക് നല്ല കട്ടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കഷ്ണം നല്ല ചെറിയ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടൊന്ന് 4 പുറം അങ്ങനെ ഒരു കുണ്ടുള്ള കയ്യിലുകൊണ്ട് ഉരതി ഉടച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ 4 പച്ചമുളക് നടു കയറിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിലോട്ട് വെണ്ടയ്ക്കും അതുപോലെ വഴുതനങ്ങയും ചെറുള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടില്ലേ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരുന്നത് വരെ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ വെണ്ടയ്ക്കും വഴുതനയ്ക്കും ഒന്ന് വേവിച്ചെടുത്തതല്ലേ. അതുപോലെ തക്കാളി വേവാൻ അധികം ടൈമൊന്നും വേണ്ട. നമുക്കൊരു വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്കും വഴുതനങ്ങയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മൂടി മാറ്റിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് പുളി പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അളവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ ഞാൻ പുളിയൊക്കെ അളവ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുളിയൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റാണെന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ചാറുള്ള രീതിയിലാട്ടോ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കറി ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് കുറുകി നല്ല തിക്കായി പോകും. അപ്പോൾ വെറും കഷ്ണങ്ങൾ മാത്രമായിട്ട് പോകും. അതുകൊണ്ടാണ് കുറച്ച് ചാറുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പാകത്തിനായി കിട്ടും കറി. അപ്പോൾ ഞാനിവിടെ കറി തേങ്ങ അരച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്ത ശേഷം ഞാനൊരു മൺകുടുക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ കറി ഒന്ന് താളിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ മൺകുടുക്കയിലേക്ക് കറിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി താളിച്ചെടുക്കണം. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന ടൈമിൽ ഞാൻ ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലൊരു സ്റ്റെപ്പും കൂടി ആഡ് ചെയ്യാറുണ്ട്. നമ്മൾ എണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം കമ്മിയാക്കിയിട്ട് കുറച്ച് സാമ്പാർ പൊടികൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് മൂപ്പിച്ചിട്ട് നേരെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് സാമ്പാർ പൊടി തീർന്ന് പോയിന്ന്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് തുമ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി സിങ്കൊക്കെ നന്നായിട്ട് കഴുകി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കാണ് പോയത്. അടിച്ചു വരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ നേരെ പിന്നെ പോയത്. അപ്പോൾ ഞാനിപ്പോൾ ക്ലീനിങ് പരിപാടിയിലാണ്. അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. മോൻ അവിടെ ടി വി കാണുന്നുണ്ട്. അതുപോലെ മുകളിൽ കോറ വരകിയിട്ട് കൊടുത്തിട്ട് അവളെ ഉറക്കി. പിന്നെ ഇപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ നേരെ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ബാത്റൂമൊക്കെ കഴുകിയിട്ട് നേരെ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം കുറച്ച് അലക്കുണ്ട്. അലക്കലും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞു. മോൾ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഞാൻ നേരെ അടിച്ചുവരലും തുടക്കലും ബാക്കിയുള്ള പണികളൊക്കെ വേഗം നിൽക്കുക. എന്നിട്ട് അവൾ നീക്കുമ്പോഴൊക്കെ എൻ്റെ എല്ലാ പണികളും ഞാൻ ഒരുക്കിയൊക്കെ ചെയ്യാറ്. അപ്പോൾ എൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ നേരെ തിരുമ്പാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അലക്കൽ കഴിഞ്ഞിട്ട് പിന്നെ തുണികൾ തോരടാൻ വേണ്ടിയിട്ട് അതിലുമ്മ വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ മുകളിലാണ് ഇപ്പോൾ ഇടുന്നത്. കാരണം മഴ കാരണം തുണികളും നേരെ ഉണങ്ങി കിട്ടുന്നതേ ഇല്ല. അപ്പോൾ അത് കാരണം ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ വേഗം മുകളിൽ കൊടുന്നിട്ടതാണ്. വലിയ മഴയൊന്നുമില്ല. ഒരു ദിവസത്തിൽ ഒരു വട്ടേലും പെയ്യും. പിന്നെ അങ്ങനെ മൂടൽ മാത്രമായിരിക്കും. വെയിൽ കാര്യമായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ തുണികൾ വേഗം വിരിച്ചിടുകയാണ്. ഉള്ള വെയിലൊന്ന് വാടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഫ്രഷ് ആവലും അതുപോലെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. അപ്പോഴേക്കും മോന് ഫുഡ് കൊടുത്ത് മോനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ മോന് സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്നൊരു പർച്ചേസിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കൊക്കെ നമുക്ക് സ്കൂളിൻ്റെ സ്റ്റോറിൽ നിന്ന് കിട്ടും. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
പിന്നെ സ്കൂളിലേക്കുള്ള കുറച്ച് സ്റ്റേഷനറി സാധനങ്ങൾ മേടിക്കുന്നത് ഞാനൊരു പർച്ചേസിംഗ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ട് കാണുക. ഇപ്പോൾ ഞാൻ മോൻ്റെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഞാൻ അന്ന് അവന് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ ഇതൊക്കെ കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബാഗ്, പിന്നെ ലഞ്ച് ബോക്സിൻ്റെ ബാഗ്, ഒരു പൗച്ച്, പിന്നെ സ്കെച്ച്, കുട എനിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. പിന്നെ സ്റ്റാപ്ലറിൻ്റെ ക്ലിപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് കൊടുത്തയച്ചതുണ്ടായിരുന്നു, എറേസറും ഷാർപ്പറും പെൻസിലൊക്കെ. അപ്പോൾ അതിൽ ബാക്കിയുള്ളതുകൊണ്ട് അതൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ നെയിം സ്ലിപ്പ് ഞങ്ങൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റപ്പാലം പോയപ്പോൾ എൻ്റെ അനിയത്തി ചെയ്തു തന്നതാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പല്ലേ ചെയ്യാറ്, അപ്പോൾ അവൾ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പാലം പോയപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് എടുത്തു. സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുക ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് പുറത്തോട്ട് ഡെലിവറി ചെയ്യാന്നുണ്ടെങ്കിലും അവിടെ നിന്ന് പ്രിൻ്റ് എടുത്ത് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാറ്. ഇപ്പോൾ ഇത് ഞാനിവിടെ നെയിം സ്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ടെക്സ്റ്റ് ബുക്കിന് നോട്ട് ബുക്കിന് വേണ്ട അത്ര നെയിം സ്ലിപ്പ് കട്ട് ചെയ്തിട്ട് ബാക്കി റോൾ ചെയ്തിട്ട് മാറ്റി വെക്കും. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പുറത്ത് ഉമ്മ നോട്ട് ബുക്ക് ടെക്സ്റ്റ് ബുക്കും പൊതിയുന്നുണ്ട് കേട്ടോ. ഉമ്മ പറഞ്ഞു ഞാൻ പൊതിയണ്ട, നിങ്ങൾ പൊതിഞ്ഞാൽ ചിലപ്പോൾ നീറ്റാവില്ല, ഞാൻ പൊതിഞ്ഞുകൊണ്ട്, കാരണം ഞങ്ങളുടെ ഉമ്മനയിൽ പൊതിഞ്ഞ് തന്നാന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതും ഞാൻ പൊതിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞു ഉമ്മ. പിന്നെ ആ ഭാഗത്തൊക്കെ ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ നെയിം സ്ലിപ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ 2 ബുക്ക് പൊതിയുന്ന കവറാട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ കളർ നോട്ട് ബുക്കിനും പിന്നെ ഒരു സിൽവർ കളറാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 കവറായിരുന്നു. ഒന്ന് നോട്ട് ബുക്കിനും ടെക്സ്റ്റ് ബുക്കിനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അത് ഉമ്മ അവിടെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനവിടെ നെയിം സ്ലിപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ബുക്സും നോട്ട് ബുക്കൊക്കെ നോക്കിയിട്ട് അതിനാവശ്യത്തിനുള്ളത് കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മയുടെ ബുക്ക് പൊതിയുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോള് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ എൻ്റെ നെയിം സ്ലിപ്പൊക്കെ കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഉമ്മ അവിടെ അപ്പുറത്ത് ബുക്ക് പൊതിയുന്നുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി, മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉമ്മാൻ്റെ കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ മോൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാൻ മോൾക്ക് ഫുഡ് കൊടുത്ത് വന്നപ്പോഴേക്കും ഉമ്മ ബുക്സൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ട് അതിന് നെയിം സ്ലിപ്പ് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നെയിം സ്ലിപ്പിൽ ഞാൻ അവൻ്റെ പേര് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവിഷനൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡിവിഷന് സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്നൊക്കെ ആയിട്ടാണ് കേട്ടോ ഡിവിഷൻ്റെ മെസ്സേജ് വന്നത്. അപ്പോൾ അത് കാരണം അതൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നെയിം സ്ലിപ്പ് കുറച്ച് മുമ്പ് പ്രിൻ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നോട്ടിലും ബുക്സിലൊക്കെ ഫ്രണ്ട് പേജ് നോക്കിയിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബുക്സിൽ എല്ലായിടത്തും നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു. നേരെ സെറ്റാക്കിയിട്ട് നമ്മൾ ബാഗിലോട്ട് തന്നെ വെക്കുകയാണ്. മോനെ എഴുന്നേൽക്കുന്ന മുമ്പൊക്കെ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ അവൻ കണ്ണ നോക്കലും അങ്ങനെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്ത ചളിയൊക്കെ ആവും. നീറ്റായിട്ട് കൊണ്ടുപോകേണ്ടതല്ലേ സ്കൂളിലോട്ട്. അപ്പോൾ അതൊക്കെ അവൻ വരുന്ന മുമ്പേ തന്നെ ഞാൻ നേരെ ബാഗിലോട്ട് വെച്ചു. എന്നിട്ട് ബാഗൊക്കെ നേരെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മോൻ്റെ ബുക്സൊക്കെ പൊതിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളും അതുപോലെ എന്ത് പ്രൊഡക്റ്റാണ് ഞാൻ മേടിച്ചതെന്നൊക്കെ ഞാൻ ഒരു മീഷോ ഹോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കാം. അപ്പോൾ ഞാൻ ആ കൊറിയർ കൊടുന്നതൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്തിട്ട് അയാൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്ക് കുറച്ച് ചോളം പുഴുങ്ങാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 3 എടുത്തിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിടാമെന്ന് വിചാരിച്ചിട്ടൊക്കെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണിത് ഭയങ്കര ചെള്ളായിരുന്നു കേട്ടോ. ചെറിയ ചെള്ള് ചോളവനായിരുന്നു. ഉള്ളിലൊന്നും ഉണ്ടായിരുന്നില്ല ചിലതിലൊന്നും. അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ചോളനും കൂടി എടുത്തു. ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ നല്ല ചെള്ളാന്നുള്ള ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ എല്ലാതും എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ എല്ലാ ചോളനും കട്ട് ചെയ്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലിട്ട് അല്പം ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു.
അപ്പോൾ നമ്മുടെ ചോളനോട് കുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ ചായയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോളനൊക്കെ കുക്കായി. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കും അനിയത്തി ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഡേമൻ ലൈഫ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.